ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി അനിൽകുമാറിനെ ഇസ്രയേലിൽ നിന്നും നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടരുകയാണ്. അറസ്റ്റ് വാറന്റ് വിവരങ്ങൾ ഉടൻ CBIക്ക് കൈമാറും. അറസ്റ്റിലായ പ്രതികളുമായി ഇതുവരെ തെളിവെടുപ്പും അതുകൊണ്ട് തന്നെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് മനീഷ് മഹിപാൽ. യഥാർത്ഥത്തിൽ അയാൾ ആശുപത്രി കയറി കിടക്കുകയായിരുന്നു. അനിൽകുമാർ ആശുപത്രിയിൽ നിന്ന് പുറത്തായോ? ഗുഡ് മോർണിംഗ് SK. ഈ അനിൽകുമാർ ആദ്യം ആശുപത്രിയിലായിരുന്നു. അതായത് വീട്ടുകാർ മുഖേന ഇയാളെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം നടത്തി. ഇന്റർപോളോ മറ്റ് നിയമപരമായ രീതിയിലൊന്നും വേണ്ട എന്ന രീതിയിലായിരുന്നു ആദ്യത്തെ പോലീസിൻ്റെ നീക്കം. പക്ഷേ ഇയാൾ പിന്നീട് നാടകം കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇയാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി. പിന്നീട് നാട്ടിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. പിന്നീട് ഇവിടെ നിന്ന് ബന്ധുക്കൾ തന്നെ വിളിച്ചാൽ ഇയാൾ ഫോൺ എടുക്കാത്ത സമീപനമായി. അങ്ങനെയാണ് പിന്നീട് ഇന്റർപോൾ മുഖേന ഇന്ത്യയിലെ രാജ്യത്തെ നോഡൽ ഏജൻസി CBIക്ക് ഈ കേസിൻ്റെ FIR വിവരങ്ങൾ കൈമാറിയത്. ഇപ്പോൾ നിലവിൽ വിമാനത്താവളത്തിൽ ഈ ഒന്നാം പ്രതി അനിൽകുമാറിനെ ലഭിക്കുന്നതിന് വേണ്ടി, ഇയാളെ കണ്ടുകിട്ടുന്നതിന് വേണ്ടി ഉള്ള ആദ്യ പടിയായി ഇന്നലെ തന്നെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരിച്ചറിയൽ, ഇയാളെ കണ്ടെത്താനുള്ള ലുക്കൗട്ട് നോട്ടീസ് പോലീസ് വിമാനത്താവളത്തിൽ പുറപ്പെടുവിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇന്നലെ കോടതിയിൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അറസ്റ്റ് വാറണ്ട് വിവരങ്ങൾ നൽകണമെന്ന അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട്. കോടതി ആ വിവരങ്ങൾ നൽകിയാൽ അന്വേഷണ സംഘത്തിന് അത് CBIക്ക് കൈമാറാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആദ്യപടിയായത് ഇന്റർപോളിൻ്റെ ആദ്യപടിയായി ബ്ലൂ കോർണർ നോട്ടീസ് ഇയാൾക്ക് വേണ്ടി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് വിമാനത്താവളത്തിലെത്തിയാൽ ഇയാളെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇയാളെ ആ രാജ്യത്ത് തന്നെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തും. പക്ഷേ അതിനുള്ള ചില പേപ്പർ നടപടികളൊക്കെ തന്നെ നീങ്ങേണ്ടതുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. അത് വേഗത്തിലാകും. ഇന്ന് തന്നെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനാകുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഒപ്പം തന്നെ ഈ കേസിലെ മറ്റ് 3 പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് കാര്യമായ വിവരങ്ങൾ, അതായത് നിർണായക ചില വിവരങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികൾ ഇവരിൽ നിന്ന് കിട്ടാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അന്വേഷണ സംഘത്തിലുള്ളത്. 15 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസിൽ തെളിവ് ശേഖരണം സ്വാഭാവികമായും പോലീസിനെ വെല്ലുവിളി ഉയർത്തുന്നതാണെങ്കിൽ കൂടി ഈ കസ്റ്റഡിയിലുള്ള പ്രതികൾ കൃത്യമായി ഇവർ കരുതിക്കൂട്ടി ആസൂത്രിതമായുള്ള മൊഴികൾ നൽകുന്നു. അതുകൊണ്ടാണ് ഈ 3 പ്രതികളെയും 3 സ്റ്റേഷനിലാണ്, മാന്നാർ, മാവേലിക്കര, ചെങ്ങന്നൂർ, അങ്ങനെ 3 സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥരല്ല, അന്വേഷിച്ച് നല്ല പരിചയമുള്ള, ചോദ്യം ചെയ്ത് നല്ല പഴക്കമൊക്കെ ഉള്ള നല്ല ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവരെ കൊണ്ട് മൊഴിയെടുക്കുന്നത്. അതിൽ നിന്നും പോലീസിന് ഇപ്പോൾ മനസ്സിലാകുന്നത് മനീഷ് മഹിപാൽ, താങ്ക് യു.